ഹലോ, വെൽക്കം ടു ഹോമഡോ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് SLC മാത്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ അരിത്മെറ്റിക് സീക്വൻസ്, അതായത് സമാന്തര ശ്രേണികൾ എന്ന പാഠത്തിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് മൂന്നാമത്തെ ചാപ്റ്റർ വരുന്നുണ്ട്. ആ മൂന്നാമത്തെ ചാപ്റ്റർ പഠിക്കണമെങ്കിൽ നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ അറിഞ്ഞിരിക്കണം. അതായത് ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് എന്ന രീതിയിലാണ് മൂന്നാമത്തെ ചാപ്റ്റർ വരുന്നത്. ഓക്കെ, സോ ഈ ചാപ്റ്ററിൽ ഉള്ളത് എന്താണ് അരിത്മെറ്റിക് സീക്വൻസ് എന്ന് കണ്ടു. പിന്നെ ഒരു സീക്വൻസ് തന്നിട്ട് അത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ ചെക്ക് ചെയ്യാൻ പഠിച്ചു. പിന്നെ കോമൺ ഡിഫറൻസ് കണ്ടെത്താൻ പഠിച്ചു. അതേപോലെ നമുക്ക് ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും ഒരു ടേമും അതേപോലെ ഒരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസും തരികയാണെങ്കിൽ, അതായത് ഒരു പദവും പൊതുവ്യത്യാസവും തരികയാണെങ്കിൽ നമുക്ക് ആ അരിത്മെറ്റിക് സീക്വൻസിലെ ഏതൊരു ടേമും കണ്ടെത്താം, ഏതൊരു പദവും കണ്ടെത്താം. അതേപോലെ ആ അരിത്മെറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും രണ്ട് ടേമുകൾ തരികയാണെങ്കിൽ നമുക്ക് ആ അരിത്മെറ്റിക് സീക്വൻസിലെ ഏതൊരു ടേമും കാണാൻ പറ്റും. പിന്നെ ഒരു വാല്യൂ തന്നിട്ട് ഇത് ഈ സമാന്തര ശ്രേണിയുടെ ഒരു ടേമാണോ ഒരു പദമാണോ ചെക്ക് ചെയ്യാൻ നമ്മൾ പഠിച്ചു. പിന്നെ സമ്മ്. ഓക്കെ, സമ്മ് രണ്ട് ടേംസിൻ്റെ സമ്മ് കണ്ടു. അതുപോലെ കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ സമ്മ് കണ്ടു. അത് ഓഡ് ആണെങ്കിൽ എങ്ങനെ സമ്മ് വരിക, അതുപോലെ ഈവൻ ആണെങ്കിൽ എന്താ വരിക എന്നുള്ളത് കണ്ടു. അതായത് നമ്പർ ഓഫ് ടേംസ് ഒറ്റ സംഖ്യയാണെങ്കിൽ അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേംസ് ഇരട്ട സംഖ്യയാണെങ്കിൽ എന്താണ് സമ്മ് വരിക, എങ്ങനെ കാണൽ എന്ന് നമ്മൾ പഠിച്ചു. സോ ഇതിൽ വരുന്ന ചില മോഡൽ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മുമ്പ് പരീക്ഷകളിലൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി നമ്പർ ബിലോ ഈസ് എ ടേം ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് 2, 5, 8. അതായത് 2, 5, 8 എന്നുള്ള അരിത്മെറ്റിക് സീക്വൻസിലെ എന്ന സമാന്തര ശ്രേണിയുടെ ഒരു ടേം ഈ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് എന്നാണ്. സോ 22 ഇതിലൊരു ടേമാണോ, അതേപോലെ 32 ഇതിലൊരു ടേമാണോ, 42 ഇതിലൊരു ടേമാണോ, 52 ഇതിലൊരു ടേമാണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നമുക്ക് ഒരു വാല്യൂ, ഒരു നമ്പർ നമുക്ക് ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ പദമാണോ ചെക്ക് ചെയ്യൽ. എങ്ങനെയാണ്? ഒന്നുമില്ല, ചെക്ക് ചെയ്യേണ്ട ആ നമ്പറും ഈ സമാന്തര ശ്രേണിയുടെ ഏതെങ്കിലും ഒരു പദവുമായുള്ള ഡിഫറൻസ് എടുക്കുക. ഓക്കെ, സോ അത് കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ, ഗുണിതമാണെങ്കിൽ അത് സമാന്തര ശ്രേണിയുടെ പദമാണ്. സോ നമുക്കിവിടെ നോക്കാം. ഇവിടെ സമാന്തര ശ്രേണി വരുന്നത് ഏതാണ്? 2, 5, 8 ആണല്ലേ. 2, 5, 8. സോ ഇവിടെ എന്താണ് കോമൺ ഡിഫറൻസ്? ഇവിടെ കോമൺ ഡിഫറൻസ് എന്താണ്? ഡി. കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം ഇസ് 5 - 2 അല്ലേ. 5 - 2 ആണല്ലോ. എത്രയാണ് ഇത് വരിക? 3. സോ നമുക്ക് ഇനി ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് 22 ഇതിലൊരു പദമാണ് നോക്കുക. സോ നമുക്ക് എന്തെടുക്കാം? 22 ഇതിലേതെങ്കിലും ടേം തമ്മിലുള്ള ഡിഫറൻസ് എടുക്കാം. ഇപ്പോൾ 22 മൈനസ് ഫസ്റ്റ് ടേം തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം നമുക്ക്. ദാറ്റ് ഈസ് 22 - 2. 22 - 2 എടുക്കുക. എത്രയാണ്? 20 ആണ് വരുന്നത്. സോ 20 ഈ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസത്തിൻ്റെ ഒരു ഗുണിതമാണ്, ഒരു മൾട്ടിപ്പിൾ ആണോ ചെക്ക് ചെയ്യുക? ആണോ? അല്ലല്ലോ. 3യുടെ മൾട്ടിപ്പിൾ പറഞ്ഞാൽ 18, 21 ആ രീതിയിലല്ലേ വരുന്നത്. സോ 22 എന്തല്ല, ഒരു ടേം അല്ല. 32 നോക്കാം. സോ 32 നമുക്ക് ഫസ്റ്റ് ടേം തമ്മിലുള്ള ഡിഫറൻസ് എടുക്കാം. 32 - 2 അത് എത്രയാണ് വരുന്നത്? 30 ആണ് അല്ലേ. സോ 30 എന്നുള്ളത് കോമൺ ഡിഫറൻസ് അല്ലേ, പൊതുവ്യത്യാസത്തിൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണ് അല്ലേ, ഒരു ഗുണിതമാണ്. സോ 32 ഇതിലൊരു പദമാണ്. ഇനി 42 ചെക്ക് ചെയ്യുക. സോ 42 മൈനസ് ഫസ്റ്റ് ടേം 2 ഇതാക്കുമ്പോൾ നമുക്ക് എത്ര? 40 ആണ് കിട്ടുന്നത്. 40 3ൻ്റെ മൾട്ടിപ്പിൾ അല്ല. സോ 42 അല്ല, ഒരു പദമല്ല. അതേപോലെ 52 നോക്കാം. 52 - 2 ദാറ്റ് ഈസ് 50 ആണ് വരുന്നത്. 50 എന്നുള്ളത് 3ൻ്റെ ഒരു ഗുണിതമല്ല, മൾട്ടിപ്പിൾ അല്ല. സോ 52 എന്തല്ല, ഒരു ടേം അല്ല. സോ കറക്റ്റ് ആൻസർ എന്താണ്? ബി ആണ്. ബി ആണ് ഈ സമാന്തര ശ്രേണിയിലെ ഒരു പദം, അതായത് 32. ഓക്കെ, രണ്ടാമത്തത് സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ വിച്ച് ഓഫ് ദി അരിത്മെറ്റിക് സീക്വൻസ് ഗിവൺ ബിലോ 37 ഈസ് എ ടേം. അതായത് താഴെ 4 സമാന്തര ശ്രേണികൾ തന്നിട്ടുണ്ടല്ലേ, അതിൽ 37 എന്നുള്ളത് ഏത് അരിത്മെറ്റിക് സീക്വൻസിൻ്റെ പദമാണ്, ഒരു ടേമാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് സെയിം ഇപ്പോൾ ചെയ്ത പോലെ തന്നെ നമുക്കത് ചെയ്യാം. ഇവിടെ എന്താണ് ചെക്ക് ചെയ്യേണ്ടത്? ഇവിടെ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ ഏതൊരു ടേമും
അതിലുള്ള വേറെ ടേമുകളുടെ ഡിഫറൻസ് എന്തായിരിക്കും? കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, അതായത് പൊതുവ്യത്യാസത്തിൻ്റെ ഗുണിതമായിരിക്കും. സോ അങ്ങനെ ചെക്ക് ചെയ്തിട്ട് നമുക്കത് ചെയ്യാവുന്നതാണ്. സോ നിങ്ങളത് ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് കിട്ടുന്നില്ലെങ്കിൽ നമ്മളെ കണക്ട് ചെയ്യുക, അവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ മൂന്നാമത്തെ ഈ ക്വസ്റ്റ്യൻ നോക്കാം. Which of the numbers below can be difference of two terms of arithmetic sequence 10, 16, 22? അതായത് താഴെ 4 നമ്പേഴ്സ് തന്നിട്ടുണ്ട് അല്ലേ, 40, 51, 48, 28. ഇവയിൽ ഇത് നമുക്ക് മുകളിൽ തന്നൊരു അരിതമെറ്റിക് സമാന ശ്രേണി ഉണ്ട്, 10, 16, 22. ഈ സമാന്തര ശ്രേണിയുടെ ഏതെങ്കിലും പദങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് താഴെയുള്ളതിൽ ഏതൊക്കെ ആകാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. ഒരു സമാന്തര ശ്രേണിയുടെ ഒരു അരിതമെറ്റിക് സീക്വൻസിലെ ഏതൊരു ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും, പൊതുവ്യത്യാസത്തിൻ്റെ ഗുണിതമായിരിക്കും. സോ ഈ ഒരു അരിതമെറ്റിക് സീക്വൻസിലെ ഏതൊരു പദങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തിൻ്റെ ഗുണിതമായിരിക്കും? ഇവിടെ എന്താണ് കോമൺ ഡിഫറൻസ്? കോമൺ ഡിഫറൻസ് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, രണ്ടാം പദം മൈനസ് ഒന്നാം പദം, ദാറ്റ് ഈസ് 6. സോ 6ൻ്റെ ഗുണിതമായിരിക്കും. ഓക്കെ, സോ നോക്കാം. അപ്പോൾ 40 എന്നുള്ളത് ഡിഫറൻസ് ആവുമോ? ഏതെങ്കിലും ടേമിൽ തമ്മിലുള്ള ഡിഫറൻസ് ആവുമോ? അതിനെന്ത് ചെക്ക് ചെയ്താൽ മതി? ഇത് കോമൺ ഡിഫറൻസിൻ്റെ പൊതുവ്യത്യാസത്തിൻ്റെ ഗുണിതമാണോ നോക്കുക. 40 ആണോ? അല്ല. 51 ആണോ? അല്ല. 48 ആണോ? ആണല്ലേ, 48 ആണ്. 8, 6 ആണല്ലോ 48. സോ 48 എന്താണ്? 6ൻ്റെ ഗുണിതമാണ്. 28 ആണോ? അല്ല. സോ ഇതിൻ്റെ ആൻസർ എന്താണ്? 48. അതായത് ഈ 10, 16, 22 ഈ ഒരു അരിതമെറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും രണ്ട് ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് 48 ആവാം, ബാക്കിയുള്ളൊന്നും ആവത്തില്ല. കാരണം എന്താ? ബാക്കിയുള്ളൊന്നും കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ അല്ല. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. The 8th term of an arithmetic sequence is 25 and 12th term is 30. What is the 16th term of the sequence? സിമ്പിൾ ആണല്ലോ. 2 ടേം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 16ാമത്തെ ടേം എന്താ? ഇത് പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന് 8ാമത്തെ ടേം S8 തന്നിട്ടുണ്ട്. എന്താണത്? 25 ആണ്. S12 തന്നിട്ടുണ്ട്. എന്താണത്? 30 ആണ്. 2 രീതി നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടെത്തുക. കോമൺ ഡിഫറൻസ് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ പറ്റും? D = എന്താണ്? ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അതായത് പദവ്യത്യാസം പറഞ്ഞാൽ X12 മൈനസ് X8 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്, അതായത് സ്ഥാനവ്യത്യാസം. എന്താണ് ഇതിൻ്റെ? S12ൻ്റെ പൊസിഷൻ 12 ആണ് അല്ലേ. 12 മൈനസ് 8 ഇതാണ്. സോ X12 അതുപോലെ S8 തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 30 മൈനസ് 25 by 12 minus 8. What is that for? So ഇവിടെ നമുക്ക് എന്താണ് കോമൺ ഡിഫറൻസ് വരുന്നത്? ദാറ്റ് ഈസ് 5/4. അതാണ് കോമൺ ഡിഫറൻസ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് 16th ടേമാണ് കിട്ടേണ്ടത്. 16th ടേം കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 16th ടേം കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? X12നോട് 12ാമത്തെ ടേമിനോട് എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? 4D അല്ലേ. ദാറ്റ് ഈസ് X12 എന്ന് പറഞ്ഞാൽ 30 ആണ്, പ്ലസ് 4 × 5/4. ഓക്കെ, ബ്രാക്കറ്റൊക്കെ കറക്റ്റായിട്ട് ഇടണം കേട്ടോ. സോ 4ഉം 4ഉം കട്ട് ചെയ്യും. സോ അവിടെ 5 വരും. ദാറ്റ് ഈസ് 30 + 5, ദാറ്റ് ഈസ് 35 ആണ് വരിക. ഓക്കെ, ഇത് ഒരു മെത്തേഡ്. ഇത് നമ്മൾ പഠിച്ച രീതി അല്ലേ. അല്ലെങ്കിൽ വേറെ രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. നമുക്കറിയാം, ഒന്നിവിടെ എന്താ തന്നേക്കുന്നത്? X8 ആണല്ലേ. X8 എന്ന് തന്നിട്ടുണ്ട്? X8 25 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ തന്നേക്കുന്നത് 12ാമത്തെ പദ, അതെന്താണ്? 30 ആണ്. നമുക്ക് കാണേണ്ടത് എന്താണ്? 16 ആണ് അല്ലേ. സോ ഇത് നോക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ X8ഉം X16ഉം എന്താണ്? X12 തുല്യ അകലത്തിലാണ് അല്ലേ. ഇവന്ന് 4D മൈനസ് ചെയ്താൽ X8 കിട്ടും. X12 4D ആഡ് ചെയ്താൽ 4 വട്ടം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ X16 കിട്ടും. സോ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? ഏതെങ്കിലും 2 ടേമുകളുടെ സമ്മ് എന്തായിരിക്കും? അതിൻ്റെ മിഡിൽ ടേമിൻ്റെ ഡബിൾ ആയിരിക്കും. 2 × X12 ആയിരിക്കും. ഓക്കെ, സോ ഇതിൽ നമുക്ക് ഈസി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യല്ലോ. X8 എന്താണ്?
25 ആണ്. x16 എന്താണ്? അതാണ് നമുക്ക് കാണേണ്ടത്. 2 into x12. 2 into x12 പറഞ്ഞാൽ 2 into 30. ഓക്കെ, സോ ആൻസർ എങ്ങനെ വരും? 25 plus x16 is equal to 60. Okay, so x16 is equal to 60 minus 25. എത്ര വരും? 35 അല്ലേ? നമുക്ക് നേരത്തെ എന്താ 35 അല്ലേ ആൻസർ കിട്ടിയത്? രണ്ട് രീതി ചെയ്താലും എന്താണ് കറക്റ്റാണ്. ഓക്കെ, ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫിഫ്ത്ത് ടേം ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 70 ആൻഡ് ദി നയൻത്ത് ടേം ഈസ് 50. ഇൻ ദിസ് സീക്വൻസ് ഹൗ മച്ച് ഡസ് ഈച്ച് ടേം ഡിക്രീസ് വെൻ ദ പൊസിഷൻ ഇൻക്രീസ് ബൈ 1? അതായത് ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? അഞ്ചാമത്തെ പദം തന്നിട്ടുണ്ട്. എന്താണ്? 17 ആണ്. ദാറ്റ് ഈസ് x5 17 ആണ്. ഒമ്പതാമത്തെ പദം തന്നിട്ടുണ്ട്. എന്താണ്? 15 ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഈ സീക്വൻസിൽ ഓരോ ടേം കൂടുന്നതിനനുസരിച്ച്, ഓരോ പൊസിഷൻ കൂടുന്നതിനനുസരിച്ച്, സ്ഥാനവില ഓരോന്ന് കൂടുന്നതിനനുസരിച്ച് എത്ര വെച്ച് കൂടും അല്ലെങ്കിൽ കുറയും എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇൻ ദി സീക്വൻസ് ഹൗ മച്ച് ഡസ് ഈച്ച് ടേം ഡിക്രീസ്, അതായത് പൊസിഷൻ ഓരോന്ന് കൂടുന്നതിനനുസരിച്ച് ടേം എത്ര എങ്ങനെ കുറയും അതാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് സ്ഥാനവില ഓരോന്ന് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ടേമിൻ്റെ വാല്യൂ എത്ര അങ്ങ് കുറയും. ഓക്കെ, അതായത് ഒന്നുമില്ല, x1 x2 പോകുമ്പം ഇവിടെ ടേമിൻ്റെ വാല്യൂ എത്ര കുറയും അതാണ് ചോദിച്ചേക്കുന്നത്. സോ നമുക്ക് ഇവിടെ x5 70 ആണ്, x9 എന്താണ് 50 ആണ്. അതായത് x5 അഞ്ചാമത്തെ ടേമിനായിട്ടും കുറവാണ് ഒമ്പതാമത്തെ ടേം. അതിൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും? കോമൺ ഡിഫറൻസ് എന്താണ്? നെഗറ്റീവാണ്, ന്യൂനസംഖ്യയാണ് അല്ലേ? സോ നമുക്ക് കോമൺ ഡിഫറൻസ് കാണാമല്ലോ. എന്താ കോമൺ ഡിഫറൻസ്? x9 minus x5 by പൊസിഷൻ ഡിഫറൻസ്, ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്, എന്താണ്? പദവ്യത്യാസം ബൈ സ്ഥാനവ്യത്യാസം, 9 minus 5. ഓക്കെ, എന്താണ് x9 എന്താണ് വരുന്നത്? 50 ആണ് അല്ലേ? സോ കോമൺ ഡിഫറൻസ് 50 മൈനസ് x5 എന്താണ്? 17 ആണ് അല്ലേ? 70. 9 minus 5. വാട്ട് ഈസ് 9 minus 5? 4. എന്താണ് 50 മൈനസ് 70 എന്ന് പറയുമ്പോൾ -20 by 4. ഓക്കെ, ദാറ്റ് ഈസ് -5. ഇപ്പോൾ നമുക്ക് -5. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്താണ്? -5 ആണ്. അതായത് ടേം ഇങ്ങനെ പൊസിഷൻ ഓരോന്ന് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ ടേമിൻ്റെ വാല്യൂ 5 വെച്ച് കുറയാണ്. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എത്ര വെച്ച് കുറയുന്നു എന്നാണ്. സോ എത്ര വെച്ചാണ് കുറയേണ്ടത്? 5. ഓക്കെ, കോമൺ ഡിഫറൻസ് -5 ആണ്. സോ അതായത് 5 വെച്ച് കുറയാണ്. സോ എത്ര വെച്ച് കുറയാണ്? 5. ഓക്കെ, അതാണ് ചെയ്യേണ്ടത്. അടുത്തത്, അറ്റ് വാട്ട് പൊസിഷൻ ഡസ് ദ ടേം 0 ഒക്കർ ഇൻ ദി സീക്വൻസ്? ഓക്കെ, അതായത് എത്രാമത്തെ സ്ഥാനത്താണ്, അതായത് 0 ഇതിൻ്റെ എത്രാമത്തെ ടേമാണ്, എത്രാമത്തെ പദമാണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമുക്കറിയാം x5 നമുക്ക് 17 എടുക്കാം. ഓക്കെ, അതേപോലെ കോമൺ ഡിഫറൻസ് നമുക്ക് -5 എന്ന് കിട്ടി അല്ലേ? അല്ലെങ്കിൽ x9 നമുക്ക് 50 എടുക്കാം, കോമൺ ഡിഫറൻസ് -5 എന്ന് കിട്ടി. അതായത് x9 തന്നിട്ടുണ്ട് 50 ആണ്, കോമൺ ഡിഫറൻസ് എന്താണ്? -5 ആണ്. അങ്ങനെയാണെങ്കിൽ 0th ടേം 0 എന്നുള്ളത് എത്രാമത്തെ പദമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആക്ച്വലി ഇത് മൂന്നാമത്തെ ചാപ്റ്ററിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്നാലും നമുക്ക് ചെയ്യാം. അതായത് ഒരു എണ്ണാമത്തെ ടേമാണ് 0 എന്ന് നമുക്ക് എടുക്കാം. എണ്ണാമത്തെ ടേം നമുക്ക് എങ്ങനെ എടുക്കാം? അതായത് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിച്ച രീതി നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അത് x9 എത്ര വട്ടം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താലാണ് 0 കിട്ടുക നോക്കാം. ഓക്കെ, ഇപ്പം ഞാനിപ്പോൾ x9 ഓക്കെ ഒരു
ഓക്കെ, ഒരു എം വട്ടം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക, അത് എം ഡി എന്ന് എടുക്കുക. എം വട്ടം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 0 എന്ന് കിട്ടുമെന്ന് കരുതാം. ഓക്കെ, സോ x9 ഇവിടെ തന്നിട്ടുണ്ട്. x9 എന്താണ്? 50 ആണ്. പ്ലസ് എം അതേപോലെ എഴുതുക ഡി -5 ഈസിക്കൽ എന്താ? 0 എന്ന് എഴുതാം. ഓക്കെ, സോ ഇതിന് നമുക്ക് ഇങ്ങനെ കിട്ടും 50 m -5 പറഞ്ഞാൽ -5m ഈസിക്കൽ ടു 0 എന്ന് എഴുതാം. അതായത് 50 ഈസിക്കൽ ടു 5m. ഓക്കെ, അല്ലെങ്കിൽ 5m ഈസിക്കൽ ടു 50, അതായത് m ഈസിക്കൽ ടു 50/5. ദാറ്റ് ഈസ് m ഈസിക്കൽ ടു എത്ര കിട്ടും? 10. സോ m നമുക്ക് 10 എന്ന് കിട്ടി. ഓക്കെ, അതായത് x9 പ്ലസ് 10d ആണ് 0. സോ x9 പ്ലസ് 10d എന്നാൽ എത്രാമത്തെ ടേമാ? 9നോട് 10 വട്ടം കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യാന്നാൽ 19ാമത്തെ ടേം അല്ലേ? സോ x19 ആണ് 0 വരിക. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് മൂന്നാമത്തെ ചാപ്റ്റർ പഠിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൽ നമ്മളിപ്പോൾ ഈ ചാപ്റ്റർ പ്രകാരം നമുക്ക് ഇതിനെ ഇങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യന് 7th ടേം ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 100 ആൻഡ് 11th ടേം ഈസ് 140. ഓക്കെ, വാട്ട് ഈസ് ദ 15th ടേം ഓഫ് ദി സീക്വൻസ്? വളരെ സിമ്പിളാണ്, നേരത്തെ ചെയ്ത അതേപോലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 7ാമത്തെ പദം തന്നിട്ടുണ്ട്, അതേപോലെ 11ാമത്തെ പദം തന്നിട്ടുണ്ട്. എന്താണ് 15ാമത്തെ പദം എന്നാണ് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ വാട്ട് ഈസ് ദ 3rd ടേം ഓഫ് ദി സീക്വൻസ്? 2 ടേം തരികയാണെങ്കിൽ നമുക്ക് എന്ത് കാണാം? പൊതുവ്യത്യാസം ഡി കാണാം അല്ലേ? സോ പൊതുവ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ ഒരു ടേമും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് ടേമും കാണാൻ പറ്റും. സോ അത് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക.